കണ്ണടച്ച് കിടക്കുന്നത് ഞാൻ കണ്ടു, കണ്ണടച്ച് കിടക്കുന്നത് ഞാൻ കണ്ടു, കണ്ണടച്ച് കിടക്കുന്നത് ഞാൻ കണ്ടു. PR വർക്ക്, കൂടോത്രം, ബാക്ക് സ്റ്റാബ്, പട്ടായ ഗേൾസ് എന്നിങ്ങനെയൊക്കെ പറഞ്ഞു നിർത്തിയ സീസൺ 7 തുടർച്ചയായി ബിഗ് ബോസ് മലയാളം സീസൺ 8 ഔദ്യോഗിക അറിയിപ്പും വന്നു കഴിഞ്ഞു. ലാലേട്ടൻ്റെ ജന്മദിനത്തിന് പുറത്തുവിട്ട പ്രൊമോ പ്രകാരം ഇത്തവണ കൂടുതൽ സാധാരണക്കാരുണ്ടാവും എന്നുറപ്പാണ്. കഴിഞ്ഞ സീസണിലാണ് ഒരു സാധാരണക്കാരനെ എത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കുമെന്ന് അനീഷ് കാണിച്ചു തന്നത്. ഏറ്റവും അധികം കേട്ടിരുന്ന വാക്കും സാധാരണക്കാരൻ എന്ന് തന്നെയായിരുന്നു. അതുകൊണ്ടാവും ഇത്തവണ സാധാരണക്കാരെ മുൻനിർത്തി ബിഗ് ബോസ് ടീം കളമൊരുക്കുന്നത്. ഓഡിഷനിലൂടെ തിരഞ്ഞെടുത്ത 6ഓളം സാധാരണക്കാർ ഇത്തവണ മത്സരത്തിനുണ്ടാവും എന്നാണ് സൂചന. തീർത്തും ജനാധിപത്യപരമായിരിക്കും മത്സരം എന്ന സൂചന നൽകുന്നതാണ് ബിഗ് ബോസ് 8 ലോഗോയും. അഗ്നിപരീക്ഷണം കഴിഞ്ഞ് ഷോയ്ക്കുള്ളിലേക്ക് എത്തുന്ന സാധാരണക്കാരായ മത്സരാർത്ഥികളുടെ കയ്യിലാണ് ഇത്തവണ പന്ത്. കഴിഞ്ഞ സീസണിൽ ഉയർന്നു വന്ന PR വർക്ക് എന്ന ആരോപണം ഷോയുടെ ക്രെഡിബിലിറ്റിയെ തന്നെ തകർക്കുന്നതായിരുന്നു. അതുകൊണ്ട് ഇത്തവണ ടീം ഒരു എക്സ്ട്രാ കെയർ എടുക്കുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. അതുപോലെ പഴയ സീസണിലെ ലൈൻ കട്ട് എന്ന സെക്ഷനും രസകരമായിരുന്നു. ഗെയിമുകളേക്കാൾ കൂടുതൽ പരസ്പരമുള്ള തല്ലുകൂടലിൽ ഫോക്കസ് ചെയ്യുന്ന മത്സരാർത്ഥികൾ തന്നെയാണ് ബിഗ് ബോസ് വീടിൻ്റെ ഐശ്വര്യം എന്ന് പറയാതെ വയ്യ. അതുകൊണ്ട് തന്നെ ഗെയിമുകളും ടാസ്കുകളും എങ്ങനെയായിരിക്കും എന്നതിൽ പ്രേക്ഷകർക്ക് വലിയ ആവേശമില്ല. ആരൊക്കെ എത്തും എന്നതിലാണ് കൂടുതൽ പേരും കാതുകൂർപ്പിച്ചിരിക്കുന്നത്. പ്രഡിക്ഷൻ ലിസ്റ്റുകളും അത്തരത്തിൽ പ്രേക്ഷകർ ആഗ്രഹിക്കുന്ന വിധം കൊമ്പ് കോർക്കാൻ സാധ്യതയുള്ളവരെ മുൻനിർത്തിയാണ്. എത്രത്തോളം സെലിബ്രിറ്റികൾ സധൈര്യം മുന്നോട്ട് വരും എന്ന് തന്നെ കണ്ടറിയണം. തീർച്ചയായും ഒരു കരിയർ ബ്രേക്ക് അല്ലെങ്കിൽ സാമ്പത്തിക നേട്ടം ആഗ്രഹിച്ചു വരുന്ന സെലിബ്രിറ്റികൾ തന്നെയായിരിക്കും കൂടുതൽ. പൊതു അഭിപ്രായ പ്രകാരം ബിഗ് ബോസ് മലയാളം കാരണം രക്ഷപ്പെട്ടവരെക്കാൾ പേഴ്സണൽ ലൈഫിലും പ്രൊഫഷണൽ ലൈഫിലും തിരിച്ചടികൾ കിട്ടിയവരാണ് കൂടുതലും. ഒരിക്കൽ വന്നവർ പലരും ഇനി ഇങ്ങോട്ട് വരല്ലേ എന്ന് പറയുന്നവരുമുണ്ട്. അതേസമയം ചുരുക്കം ചിലരുടെ കരിയറിൽ വലിയൊരു ബ്രേക്ക് നൽകാനും ബിഗ് ബോസ് ഷോ സഹായിച്ചിട്ടുണ്ട്. ഇമേജിനെ കുറിച്ച് കോൺഷ്യസ് അല്ലാത്തവർക്ക് സ്വാഗതം എന്ന് പറയാനേ തരമുള്ളൂ. അത്രയധികം വ്യക്തിപരമായി തന്നെ വലിച്ചൊട്ടിക്കുന്ന കാഴ്ചകൾ ഇവിടെ കണ്ടിട്ടുണ്ട്. പ്രഡിക്ഷൻ ലിസ്റ്റിലേക്ക് വരുമ്പോൾ രേഖ രതീഷ്, അമൃത നായർ, തൊപ്പി, ജാസി, ദീപ്തി കല്യാണി, ഹൻസിക കൃഷ്ണകുമാർ, ജസീല പർവീൻ, ബിനു അടിമാലി, യുവ കൃഷ്ണ എന്നിങ്ങനെ പോകുന്നു സെലിബ്രിറ്റികളുടെ പേര്. ഇതിലാരൊക്കെ ഇവരിലല്ലാത്തവരാരൊക്കെ എന്ന് എനിക്ക് കാത്തിരുന്ന് കാണേണ്ടതാണ്.